ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ രാവിലെയെന്ന് ഉദ്ദേശിച്ച സമയം എത്രയാണെന്ന് നിങ്ങൾ കണ്ടോ? ഇതാ 10:34 ഈ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ എണീക്കുന്നുള്ളത്. പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ട് കുഴപ്പമില്ല, കുറേ സമയം അങ്ങനെ ഉറങ്ങാൻ പറ്റും. അങ്ങനെ രാവിലെ എണീച്ചപാട് കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടായേ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു സാധനം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കുറേ തപ്പിയിട്ട് ഇതാണെങ്കിൽ കിട്ടിയിട്ടേ ഇല്ല. എന്നിട്ട് ഇന്ന് നോക്കിയിട്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതും ഇപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പൂച്ചക്കുട്ടിയായിരുന്നേ, കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പൂച്ചക്കുട്ടിയായിരുന്നു കേട്ടോ. ഇതും എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിരുന്നേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നല്ലൊരു സൗണ്ട് കേൾക്കാട്ടോ, പൂച്ച ഇങ്ങനെ കരയുന്ന പോലെ. അങ്ങനെ ഇത് നല്ല ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് കേട്ടോ, നല്ലൊരു സൗണ്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അത് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് 2-3 ദിവസത്തെ അലക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അലക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായിരുന്നേ അലക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അതങ്ങ് അലക്കി ആറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറേ സമയം എടുത്തു, ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം വാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ദോശ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി, അതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കോഫിയും ഉണ്ടായിരുന്നേ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇതിനാണെങ്കിൽ നീർദോശ എന്നാണ് കേട്ടോ പറയാറ്. നമ്മൾ ഈ മാവാണെങ്കിൽ നല്ല ലൂസായിട്ട് ജസ്റ്റ് കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശ അങ്ങനെ ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ വേറെ പേരെന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ദോശന് എന്ത് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ ദോശയും ചട്നിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ കോഫിയും കൂടി അതിൻ്റെ കൂടി വരുമ്പോൾ പെർഫെക്റ്റായും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ പണ്ടെപ്പോഴോ യൂട്യൂബിലൊരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഉണ്ടാക്കി നോക്കണം എന്ന് കുറേ ദിവസമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കൂടി അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാൻ ഫോൺ എടുത്തിട്ട് കുറച്ച് സമയം അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ടായിരുന്നേ. ഫൈനലി റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ റെസിപ്പിയുടെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണണേ. എന്നിട്ട് ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാ. എന്തിനാന്നല്ലേ, ഇവിടെ ആണെങ്കിൽ കുറച്ച് അരി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ അരി കുറച്ച് കേടായ പോലെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വെറുതെ ഇങ്ങനെ നമ്മൾ പുറത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ മേലെ കുറേ കാക്കകളും പക്ഷികളും ഒക്കെ വരും. അങ്ങനെ അതിന് കുറച്ച് അരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ ടെറസിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കാക്ക പിന്നെ പ്രാവ് ഇതൊക്കെ വന്നിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ താഴെ വന്നേ. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നാണെങ്കിൽ ക്യാരറ്റും മത്തനും പിന്നെന്താ ടൊമാറ്റോ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ കുക്കറിലാണ് കേട്ടോ ഇതൊക്കെ വേവിക്കുന്നത്. അങ്ങനെ കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കറി ഉണ്ടാക്കാൻ പോയി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നു. അങ്ങനെ ഫുഡ് ഉച്ചക്കുള്ളത് പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാ നമ്മളുടെ കറി നോക്കിക്കേ, നല്ല രീതിയിൽ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കാണെങ്കിൽ ചോറ്, പിന്നെ ഈ കറിയും ഇത് മത്തനും ക്യാരറ്റും ഇട്ട കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ മുട്ട പൊരിച്ച്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ മുട്ട ഇത് പൊരിച്ചത്. ജസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ അതിനെ വഴറ്റി കൊടുത്തിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ നമ്മൾ മുട്ട ബുർജി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ആയിട്ടുണ്ടാവും പറയുന്നത്. പിന്നെ ഓരോ നാട്ടിലും ഓരോ പേരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം
വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ നേരത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അപ്പുറം കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ നമ്മളുടെ മൈൻഡും എന്താവും, ജസ്റ്റ് നല്ല രീതിയിൽ റിലാക്സ് ആവും. അങ്ങനെ അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഓൺ വോയിസ് ഇടുന്നില്ല, അതിലുള്ള വോയിസ് തന്നെ ഞാൻ ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇർവി 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 തലക്കിട്ടില്ല ഞാൻ പിടിച്ചു മാറി ഊഞ്ഞാൽ വേണോ എന്നവിടെ വെച്ച് അല്ലെങ്കിൽ ബാബയുടെ കൈക്ക് മാറി മാറും അത് താഴ്ത്തി പഠിപ്പിച്ചല്ലേ ഞാനും വരുന്ന പോലെ എൻ്റെ കൂടെ ഞാൻ ഞണ്ടാ അയ്യോ മരത്തിനുകൊണ്ട് വെച്ച് ഇതൊക്കെ നീ മാറിക്കടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. ബൈ ബൈ.